തീർച്ചയായും അതാണല്ലോ ഇതിലേറ്റവും പ്രധാനപ്പെട്ടത് ഡാൻ. അതായത് ഇപ്പോൾ മണിയമ്പിള്ള രാജു പറയുന്നത് താൻ പാനിക്കായി പോയി എന്നാണ്. നമുക്ക് ആ സാധ്യതയൊന്നും തള്ളിക്കളയാനാകില്ല. ഒരാൾ അപകടത്തിൽപ്പെട്ടാൽ നമ്മൾ വാഹനം ഓടിക്കുമ്പോൾ പാനിക്കാകാം. പക്ഷേ അദ്ദേഹം ഒരു നടനാണ്. തിരുവനന്തപുരത്തെ സാഹചര്യം നമുക്കറിയാം. ഒന്നുകിൽ അദ്ദേഹം പിന്നീട് പോലീസുമായി ബന്ധപ്പെട്ടോ എന്നതുൾപ്പെടെ 2 യുവാക്കൾ അപകടത്തിൽപ്പെട്ടാൽ അവർക്ക് എത്രയും പെട്ടെന്ന് ആശുപത്രിയിൽ എത്തിക്കുക എന്നതാണ് ഒരു സാമാന്യമായ ഉത്തരവാദിത്തം. മറ്റുള്ളവർ അല്ലെങ്കിൽ പരിസരത്ത് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ സഹായമൊക്കെ തേടുക എന്നതാണ്. പക്ഷേ ഇവിടെ വാഹനം നിർത്താതെ പോയി എന്നതാണ്. പിന്നീട് പോലീസ് സ്റ്റേഷനിലേക്കൊക്കെ എത്തിയതും മണിക്കൂറുകൾക്ക് ശേഷമാണ്. വേണമെങ്കിൽ അദ്ദേഹത്തിന് രാത്രി തന്നെ പോലീസ് സ്റ്റേഷനിൽ എത്തുകയോ അക്കാര്യം അറിയിക്കുകയോ ഒക്കെ ചെയ്യാമായിരുന്നു. അത് സ്വാഭാവികമായി ഒരു സാമാന്യ ബുദ്ധിയിൽ ഒട്ടേറെ സംശയങ്ങൾ ഉണ്ടാകുന്നില്ലേ? എന്തുകൊണ്ട് മണിയമ്പിള്ള രാജുവിനെ പോലെ ഒരാൾ, അദ്ദേഹത്തിന് കൃത്യമായി സ്വാധീനമുള്ള ആളാണ്, ആരെങ്കിലും ബന്ധപ്പെട്ട് പോലീസ് സ്റ്റേഷനെ അറിയിക്കാം. ശാരീരികമായ ബുദ്ധിമുട്ടുകളെ ഒന്നും നമ്മൾ നിസ്സാരവൽക്കരിക്കുന്നില്ല. അപ്പോൾ പോലും അത്തരം സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഡാൻ സൂചിപ്പിക്കുന്നത് പോലെ അപകടമുണ്ടായി മണിക്കൂറുകൾക്ക് ശേഷമാണ് പോലീസ് സ്റ്റേഷനിൽ എത്തുന്നത്. അത് 1. 2, പോലീസിനും ഇതിൽ ചില ഉത്തരവാദിത്തമുണ്ടല്ലോ. അതായത് നഗരഹൃദയത്തിൽ ഒരു അപകടമുണ്ടായാൽ ആരാണ് ആ അപകടത്തിന് കാരണം, ഉത്തരവാദി എന്നൊക്കെ അറിഞ്ഞ് അവരിലേക്ക് എത്താൻ ഇത്രയുമൊക്കെ സമയമെടുക്കേണ്ടതുണ്ടോ ഡാൻ? തീർച്ചയായിട്ടും അതിനൊക്കെ പോലീസ് തന്നെയാണ് ഉത്തരം നൽകേണ്ടത്. നിലവിൽ അവർ ആ കാര്യങ്ങളിലൊന്നും ഒരു വ്യക്തമായ മറുപടി നൽകിയിട്ടില്ല. ആകെ പറഞ്ഞിരിക്കുന്നത് ഈ പരാതിക്കാരിൽ നിന്ന് പ്രാഥമികമായ വിവരങ്ങൾ ശേഖരിച്ചതിന് ശേഷം, അതായത് പരിക്ക് പറ്റിയ യുവാക്കളിൽ നിന്ന് പ്രാഥമികമായ വിവരങ്ങൾ ശേഖരിച്ചതിന് ശേഷമാണ് ഈ വണ്ടിയുടെ നമ്പർ കേന്ദ്രീകരിച്ചുകൊണ്ട് പരിശോധന നടത്തുന്നത്. അങ്ങനെ മണിയമ്പിള്ള രാജു നേരിട്ട് സ്റ്റേഷനിൽ എത്താമെന്ന് പറയുകയും അറിയിക്കുകയും അങ്ങനെ ആ സ്റ്റേഷനിലേക്ക് എത്തുകയുമായിരുന്നു എന്നാണ് പോലീസ് നൽകുന്ന വിശദീകരണം. പക്ഷേ ഇവിടുത്തെ ഒരു പിഴവ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച കാര്യമാണ്. അതായത് ഇങ്ങനൊരു അപകടമുണ്ടായാൽ 8 മണിക്കൂറിനകത്ത് വൈദ്യപരിശോധന നടത്തിയാൽ മാത്രമേ ഈ വാഹനം ഓടിച്ചിരുന്നയാൾ, അത് X or Y ആരായാലും മദ്യപിച്ചിട്ടുണ്ടായിരുന്നോ ഇല്ലയോ എന്ന് കണ്ടെത്താൻ കഴിയുകയുള്ളൂ. പക്ഷേ അതിനുള്ളൊരു സാധ്യത ഇല്ലാതായിരിക്കുന്നു. കാരണം 12 മണിക്കൂറിന് ശേഷമാണ് അദ്ദേഹം സ്റ്റേഷനിൽ ഹാജരാകുകയും വൈദ്യപരിശോധന നടത്തുകയും ഒക്കെ ചെയ്യുന്ന സാഹചര്യം ഉണ്ടായത്. പക്ഷേ അദ്ദേഹം പറയുന്ന കാര്യം, അദ്ദേഹം അർബുദ രോഗത്തിന് തുടർച്ചയായി ചികിത്സയിലാണ്. 2 വർഷമായി അദ്ദേഹം മദ്യപിക്കാറില്ല. അദ്ദേഹത്തിൻ്റെ ശാരീരിക സ്ഥിതി നമുക്കറിയാം. അങ്ങനെ ആളുകൾ ഒരുപാട് കൂടുന്ന സ്ഥലങ്ങളിലൊന്നും മണിയമ്പിള്ള രാജു ഇപ്പോൾ അങ്ങനെ സാധാരണയായി എത്താറില്ല. കാരണം അദ്ദേഹത്തിൻ്റെ ഈ ആരോഗ്യ പ്രശ്നങ്ങൾ കാരണം അദ്ദേഹം അങ്ങനെ ഒരു അവസ്ഥയിലാണ്. പാനിക്കായി തന്നെയാണ് അദ്ദേഹം തിരികെ മടങ്ങിയിരിക്കുന്നതും. അധിക പ്രതികരണങ്ങൾക്കൊന്നും നിന്നിട്ടുമില്ല. എന്തായാലും അതിനപ്പുറത്തേക്ക് എന്തെങ്കിലും ഒരു അസ്വാഭാവികത ഉണ്ടോ, അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും വീഴ്ച സംഭവിച്ചിട്ടുണ്ടോ എന്ന കാര്യമൊക്കെ പോലീസ് പരിശോധിക്കുന്നുണ്ട്. പക്ഷേ ഈ പരിശോധന വൈകിയ കാര്യം, അതിലൊരു ആക്ഷേപം നിലനിൽക്കുന്നുണ്ട്. അതിൽ പോലീസാണ് വ്യക്തത വരുത്തേണ്ടത്. അതിനുള്ള മറുപടി അവർ വൈകാതെ തരുമെന്നാണ് കരുതുന്നത്. തീർച്ചയായും ഇപ്പോഴിതാ CCTV ദൃശ്യങ്ങളടക്കം ലഭ്യമാകുന്നുണ്ട് എന്നാണ് ഡാൻ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിൽ മനസ്സിലാക്കുന്നത്, അതായത് മണിയമ്പിള്ള രാജു പറഞ്ഞതുപോലെ അദ്ദേഹത്തിൻ്റെ വാഹനം തിരിഞ്ഞ് വരുന്ന ഒരു സമയം തന്നെയാണ്. അതേസമയം ഈ 2 വീലർ ഓടിച്ചിരുന്നവർ അവർ നേരെയുള്ള പാതയിലൂടെയാണ് സഞ്ചരിക്കുന്നത്. പക്ഷേ വാഹനം ഏതാണ്ട്, അതായത് മണിയമ്പിള്ള രാജുവിൻ്റെ വാഹനം ഏതാണ്ട് റോഡിൻ്റെ മധ്യഭാഗവും പിന്നിട്ട് സമയത്താണ് ഈ 2 വീലർ വന്ന് ഇടിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിലിപ്പോൾ കൃത്യമായ ഒരു ഉത്തരവാദിത്തം ആരുടെയും ഭാഗത്ത് നിന്ന് ഒരു പിഴവ് എന്ന് പറയാനും പറ്റുന്നില്ല. ബൈക്ക് യാത്രികർ സാമാന്യം വേഗത്തിൽ തന്നെയാണ് പോകുന്നത് എന്നതും ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. പക്ഷേ എന്തായാലും ഈ വാഹനം നിർത്താതെ പോവുക, അത് അപകടമുണ്ടായെങ്കിൽ അത് ഔദ്യോഗികമായി അറിയിക്കേണ്ടവരെ അറിയിക്കാതിരിക്കുക, അതെന്തുകൊണ്ട് എന്നതൊക്കെ ഇപ്പോഴും വലിയ സംശയമായി ഉണ്ടാകുന്നു. മാത്രമല്ല ഒരു രക്ഷാപ്രവർത്തനത്തിനൊക്കെ നിൽക്കേണ്ട ആളോ അല്ലെങ്കിൽ മറ്റുള്ളവരെയെങ്കിലും അതിനെ സജ്ജീകരിപ്പിക്കേണ്ട ആളോ ആയിരുന്നു മണിയമ്പിള്ള രാജു എന്നതും തള്ളിക്കളയാനാവില്ലല്ലോ. തീർച്ചയായിട്ടും അതിലൊക്കെ അദ്ദേഹം പോലീസിന് നൽകിയിരിക്കുന്ന കൂടുതൽ വിശദ വിവരങ്ങൾ എന്താണെന്ന് നമുക്കറിയത്തില്ല. പ്രാഥമികമായി ലഭിക്കുന്ന സൂചനകളാണ് മാധ്യമങ്ങളോട് അദ്ദേഹം നടത്തിയ പ്രതികരണം പോലെ. അദ്ദേഹം പെട്ടെന്ന് അപകടമുണ്ടായത് കണ്ട് പാനിക്കായി പോയി. മാത്രമല്ല അവർക്ക് ഇത്രയും വലിയ പരിക്കേൽക്കും, കാലൊടിയുമെന്നോ അല്ലെങ്കിൽ നട്ടെല്ലിന് പരിക്കേൽക്കുമെന്നോ ഒന്നും താൻ കരുതിയില്ല. വാഹനം പെട്ടെന്ന് അവിടെ നിന്ന് ഓടിച്ചു പോവുകയായിരുന്നു. കാരണം എത്രയും പെട്ടെന്ന് വീട്ടിലെത്തണം എന്നൊരു അവസ്ഥയിലാണ് താൻ, അങ്ങനെ ഒരു മാനസികാവസ്ഥയിലായി പോയി എന്നാണ് പോലീസിനോട് വെളിപ്പെടുത്തിയിരിക്കുന്നത്. അതിനപ്പുറത്തേക്ക് എന്തെങ്കിലും ഒരു അസ്വാഭാവികത ഉണ്ടോ എന്ന് വ്യക്തമാകേണ്ടതുണ്ട്. എന്തായാലും ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് ഈ അപ്രതീക്ഷിതമായി ഉണ്ടായ ഒരു അപകടം അല്ല, അതായത് അദ്ദേഹം അമിത വേഗതയിൽ അവിടെ നിന്ന് വാഹനം എടുത്തുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്താണ് ഇങ്ങനെ ഒരു അപകടം ഉണ്ടായതെന്നുള്ള സൂചനകളുണ്ടായിരുന്നു. പക്ഷേ ദൃശ്യങ്ങളിൽ അങ്ങനെയല്ല കാണിക്കുന്നത്. അദ്ദേഹം വാഹനം എടുത്തുകൊണ്ട് സ്വാഭാവികമായി വരുന്ന പോലെ അദ്ദേഹം എതിർദിശയിൽ ജവഹർലാൽ ഭാഗത്തേക്ക് ട്രിവാൻഡ്രം ക്ലബിൽ നിന്ന് പോകാനായി വാഹനം ഇറക്കിയതാണ്. അപ്പോഴാണ് മറുവശത്ത് നിന്ന് വന്ന ഈ ബൈക്ക് ഈ വാഹനത്തിൻ്റെ മുൻവശത്ത് ഇടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. അതിനപ്പുറത്തേക്ക് ഈ പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്ന യുവാക്കളുടെ മൊഴി, നിവേദിത്, കൃഷ്ണ, സൂരജ്, ഈ 2 പേരുടെ മൊഴിയാണ് പ്രധാനം.
അവർ നൽകുന്ന മൊഴിയിലാണ് ഇതുമായി ബന്ധപ്പെട്ട് എന്താണ് സംഭവിച്ചത് എന്ന കാര്യത്തിലൊക്കെ ഒരു വ്യക്തത കൈവരികയുള്ളൂ. അവർ ഈ ലൈറ്റ് അടിച്ചിരുന്നോ അവരുടെ വാഹനം കടന്നു പോകുന്നതിന് മുമ്പായിട്ട്, ഇതൊക്കെ വ്യക്തമാകേണ്ടതുണ്ട്. മണിയമ്പിള്ള രാജുവിൽ നിന്നും അത്തരം കാര്യങ്ങളൊക്കെ പോലീസിന് ചോദിച്ചറിയേണ്ടതുണ്ട്. നിലവിൽ സ്റ്റേഷൻ ജാമ്യത്തിൽ അദ്ദേഹത്തെ വിട്ടയച്ചിരിക്കുന്നു. മറ്റ് നടപടിക്രമങ്ങൾ പോലീസ് തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിൽ പ്രധാനം ഈ പരിക്ക് പറ്റിയവരുടെ മൊഴിയെടുക്കുക എന്നുള്ളതാണ്. അവരുടെ ആരോഗ്യനില വീണ്ടെടുത്തതിന് ശേഷം, ഭേദപ്പെട്ടതിന് ശേഷം അവരുടെ മൊഴി വൈകാതെ രേഖപ്പെടുത്തുമെന്നാണ് മ്യൂസിയം പോലീസ് അറിയിച്ചിരിക്കുന്നത്. തീർച്ചയായും എന്തായാലും CCTV ദൃശ്യങ്ങൾ പോലീസിന് ലഭ്യമാകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആ ദൃശ്യങ്ങൾ ഏറെ നിർണായകമാകുന്ന സാഹചര്യമാണ് ഉണ്ടാകുന്നത്. അപകടം ആരുടെയും കൈപ്പിഴ കൊണ്ട് സംഭവിക്കാം, ഒരു നിമിഷം കൊണ്ട് പറ്റുന്ന പിഴവാണ്. പക്ഷേ എന്തുകൊണ്ട് ഇത്തരത്തിലൊരു അപകടമുണ്ടായ ശേഷം മണിയമ്പിള്ള രാജുവിനെ പോലെ ഒരാൾ ആ വാഹനം നിർത്താതെ പോയി? മാത്രവുമല്ല, ഇവർക്ക് പരിക്കേറ്റു എന്ന് പറയുമ്പോൾ ഈ വാഹനം കൃത്യമായി ടൂ വീലറിനെ തട്ടിത്തെറിപ്പിക്കുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നുണ്ട്. അപകടമുണ്ടായി എന്നത് അദ്ദേഹത്തിന് വ്യക്തമാകും എന്നതിൽ ഒരു തർക്കവുമില്ല. കാരണം ദൃശ്യങ്ങളിൽ അങ്ങനെ തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തുകൊണ്ട് വാഹനം നിർത്താതെ പോയി പിന്നീട് മണിക്കൂറുകൾക്ക് ശേഷം മാത്രമാണ് പോലീസ് സ്റ്റേഷനിൽ ഹാജരാകുന്നത്? അവിടെയാണ് ഒട്ടേറെ സംശയങ്ങൾ ഉണ്ടാകുന്നത്. പ്രത്യേകിച്ച് ലഹരി വസ്തുക്കളോ മറ്റോ ഒക്കെ ഉപയോഗിച്ചാൽ ആളുകൾ ഉടനെ വൈദ്യപരിശോധനയ്ക്കും മറ്റുമൊന്നും തയ്യാറാകാറില്ല. പിന്നീട് പരിശോധനയിൽ ഇത് വ്യക്തമാകാത്ത അത്രയും സമയത്തിന് ശേഷമൊക്കെയാണ് പോലീസിന് മുന്നിലൊക്കെ ഹാജരാവുക. ഒരു പക്ഷേ ഈ അപകടമുണ്ടായതിന് ശേഷമെങ്കിലും ഇത്തരത്തിൽ ഒരു പോലീസിന് മുന്നിൽ ഹാജരായിരുന്നുവെങ്കിൽ അത്തരം സംശയങ്ങൾക്കൊന്നും ഇട നൽകുമായിരുന്നില്ല, കുറച്ചുകൂടി വ്യക്തത കൈവരുമായിരുന്നു എന്നതാണ്. അതാണല്ലോ ഡാൻ ഇപ്പോൾ ഈ സംശയങ്ങൾക്ക് ആധാരമാകുന്നത്. എന്തുകൊണ്ട് പോലീസ് സംവിധാനങ്ങൾ കൃത്യമായി മണിയമ്പിള്ള രാജുവിൻ്റെ അടുക്കൽ നേരത്തെ എത്തിയില്ല? മണിയമ്പിള്ള രാജു എന്തുകൊണ്ട് പോലീസിനെ നേരത്തെ ബന്ധപ്പെട്ടില്ല? ഇതിൽ മാത്രമാണ് ഇപ്പോൾ ഈ അപകടം മനഃപൂർവ്വം ഉണ്ടാക്കിയ ഒരു അപകടം എന്നൊന്നും ആരും തെറ്റിദ്ധരിക്കാൻ സാധ്യതയില്ല. അപകടത്തിൽ പിഴവ് സംഭവിച്ചത് ആർക്ക് എന്നതിലും ഏതെങ്കിലും പക്ഷം ചേരേണ്ട ഭാഗവുമില്ല. നമുക്ക് ഈ CCTV ദൃശ്യങ്ങളിലൊക്കെ അങ്ങനെയാണ്, ആരുടെയും ഭാഗത്ത് അങ്ങനെ കൃത്യമായൊരു പിഴവ് എന്നത് പറയാനില്ല എന്നതാണ് മനസ്സിലാകുന്നത്. അഭിലാഷ്, അത് തന്നെയാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. അപ്രതീക്ഷിതമായി സംഭവിച്ച ഒരു അപകടമാണ്. അതിൽ പോലീസിനും മണിയൻപിള്ള രാജുവിനും സംഭവിച്ച ഒരു വീഴ്ച മണിയൻപിള്ള രാജുവിനെ ബന്ധപ്പെടാൻ പോലീസിനെ ബന്ധപ്പെടാൻ മണിയൻപിള്ള രാജുവിനോ ആദ്യഘട്ടത്തിൽ കഴിഞ്ഞില്ല. അത് ബോധപൂർവ്വം സംഭവിച്ചൊരു വീഴ്ചയാണോ എന്ന കാര്യത്തിൽ വ്യക്തത കൈവരേണ്ടതുണ്ട്. മണിയൻപിള്ള രാജു അതിലൊരു പ്രതികരണങ്ങൾക്ക് തയ്യാറായിട്ടില്ല. അദ്ദേഹം ആകെ പറഞ്ഞത് അദ്ദേഹം പാനിക്കായി പോയതുകൊണ്ട് വാഹനം നിർത്താതെ പോയി, അതുകൊണ്ട് മാത്രമാണ് അദ്ദേഹം ആ സ്ഥലത്ത് വാഹനം വേഗത്തിൽ ഓടിച്ച് വീട്ടിലേക്ക് പോയത്, തിരികെ രാവിലെ സ്റ്റേഷനിലെത്തും എന്ന് രാവിലെ അദ്ദേഹത്തെ ഫോണിൽ ബന്ധപ്പെട്ടവരോടൊക്കെ വ്യക്തമാക്കിയിരുന്നു. പക്ഷേ പോലീസ് അതിൽ കൃത്യമായൊരു വിശദീകരണം ഇതുവരെ നൽകിയിട്ടില്ല. സ്വാഭാവികമായും ഉന്നത ഉദ്യോഗസ്ഥർ ആ കാര്യങ്ങളിൽ മ്യൂസിയം പോലീസ് സ്റ്റേഷൻ ഹൗസ് ഓഫീസർ അടക്കമുള്ള ഉദ്യോഗസ്ഥരുടെ വിശദീകരണം തേടിയേക്കും. നിലവിൽ അതുമായി ബന്ധപ്പെട്ട ഒരു വിവരങ്ങളും ഔദ്യോഗികമായി ഉദ്യോഗസ്ഥർ നമ്മളോട് പങ്കുവെക്കുന്നില്ല, എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു വീഴ്ച സംഭവിച്ചെന്നുള്ള കാര്യം. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു അടച്ച ആക്ഷേപം ഉന്നയിക്കാൻ കഴിയത്തുമില്ല. മണിയൻപിള്ള രാജു മദ്യപിച്ചിരുന്നെന്നോ അല്ലെങ്കിൽ അതിൻ്റെതിൽ സംശയങ്ങളുണ്ടെന്നോ അങ്ങനത്തെ ഒരു വിവരങ്ങളും പോലീസ് പങ്കുവെക്കുന്നില്ല. മണിയൻപിള്ള രാജു അങ്ങനെ ഒരു കാര്യം പറഞ്ഞിട്ട് അദ്ദേഹം ആകെ ആവർത്തിക്കുന്നത് അദ്ദേഹം ക്യാൻസർ പേഷ്യൻ്റാണ്, 2 വർഷമായി ചികിത്സയിലാണ്, മദ്യപിച്ചിട്ട് 2 വർഷമായി എന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത്. അതിനപ്പുറത്തേക്കുള്ള കാര്യങ്ങളൊന്നും വിശദീകരണമില്ല. പക്ഷേ നേരത്തെ സൂചിപ്പിച്ച പോലെ ഈ പോലീസ് സ്റ്റേഷനിൽ എത്തി കാര്യങ്ങൾ വിശദീകരിക്കാൻ വൈകിയതാണ് ഇങ്ങനെ ഒരു സംശയമുണ്ടാക്കാൻ കാരണം. അതിൽ വൈകാതെ പോലീസ് തന്നെ ഒരു വ്യക്തത വരുത്തും എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. തീർച്ചയായും ഡാൻ, ഇതിൽ CCTV ദൃശ്യങ്ങളടക്കം ഇപ്പോൾ പോലീസിന് ലഭ്യമായിട്ടുണ്ട്. മാത്രമല്ല ഈ പ്രദേശങ്ങളിൽ അതീവ സുരക്ഷാ സംവിധാനങ്ങളും ഒപ്പം നിരീക്ഷണ സംവിധാനങ്ങളും ഒക്കെയുള്ള ഇടമാണല്ലോ. ഇപ്പോൾ മണിയമ്പിള്ള രാജുവിൻ്റെ തന്നെ വാക്കുകളിൽ നിന്ന് ഏത് തരത്തിലാണ് ഈ അപകടമുണ്ടായത്, അതിൻ്റെ ദൃശ്യങ്ങൾ പുറത്തു വരുമ്പോൾ കുറച്ചുകൂടി വ്യക്തത വരും എന്നത് ഉറപ്പിച്ച് പറയാൻ സാധിക്കുമെങ്കിൽ പോലും, അതായത് താൻ കൃത്യമായി വാഹനം ഓടിച്ചു, തൻ്റെ ഭാഗത്ത് നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള അങ്ങനെ വാഹനം ഓടിച്ചപ്പോൾ പിഴവുണ്ടായിട്ടില്ല. അതിനുശേഷമുള്ള നടപടിക്രമങ്ങളിൽ മാത്രമാണ് തനിക്ക് പിഴവ് സംഭവിച്ചിട്ടുള്ളത്. അത് പിഴവാകാം, ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു, പാനിക്കായി എന്നൊക്കെ പറയുമ്പോൾ അത് മാത്രമാണല്ലേ ആ നിലയിൽ മണിയമ്പിള്ള രാജു സമ്മതിക്കുന്നുവെന്ന്? തീർച്ചയായിട്ടും അദ്ദേഹം ആ കാര്യത്തിൽ മാത്രമാണ് ഉദ്യോഗസ്ഥർക്ക് മുമ്പിൽ, അതായത് വാഹനം ഇടിച്ചു, അദ്ദേഹം തന്നെയാണ് വാഹനം ഓടിച്ചിരുന്നത് എന്ന കാര്യങ്ങളൊക്കെ അദ്ദേഹം രാവിലെ മുതൽ തന്നെ സ്ഥിരീകരിക്കുന്നുണ്ട്. ആകെ ഒരു വൈരുദ്ധ്യമുണ്ടായത് അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ വാഹനത്തിലേക്ക് വന്ന് ഇടിക്കുകയായിരുന്നു എന്നാണ്. പക്ഷേ പരാതിക്കാർ പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ വാഹനം ഈ ബൈക്കിനെ ഇടിക്കുകയായിരുന്നു എന്നാണ്. അതിൽ മാത്രമാണ് ഒരു മൊഴിയിലൊരു വൈരുദ്ധ്യമുണ്ടായത്. എന്തായാലും അതിൽ പോലീസിൻ്റെ അന്വേഷണം നടത്തുന്നുണ്ട്. അതിൽ വിശദമായ പരിശോധനകളൊക്കെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. CCTV ദൃശ്യങ്ങൾ പോലീസ് ശേഖരിച്ചിരിക്കുന്ന പശ്ചാത്തലത്തിൽ നിലവിൽ തുടർ നടപടികൾ ആ ദൃശ്യങ്ങൾ കൂടി പരിശോധിച്ചതിന് ശേഷം ഈ യുവാക്കളുടെ
മൊഴി കൂടി രേഖപ്പെടുത്തിയതിന് ശേഷമായിരിക്കും ഈ കാര്യങ്ങളൊക്കെ ഒരു തുടർ പരിശോധനകൾ ഉണ്ടാകുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നിലവിൽ ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് ഈ അപകടമുണ്ടായത് അപ്രതീക്ഷിതമായിട്ടാണ്. അതിൽ ഏതെങ്കിലും ഒരു ഭാഗത്തു നിന്ന് പെട്ടെന്നുണ്ടായൊരു വീഴ്ച എന്നൊന്നും പറയാൻ കഴിയില്ല. കാരണം വാഹനം എടുത്ത അദ്ദേഹം ജവഹർലാൽ ഭാഗത്തേക്ക് എടുത്ത വഴിയിൽ എതിർ ദിശയിൽ വരികയായിരുന്നു, ഈ ബൈക്കുമായി കൂട്ടിയിടിക്കുകയായിരുന്നു. അത് ഈ ദൃശ്യങ്ങളിൽ പോലീസ് ശേഖരിച്ച ദൃശ്യങ്ങളിലടക്കം വ്യക്തവുമാണ്. അങ്ങനെയാണെങ്കിൽ തുടർ നീക്കങ്ങൾ എങ്ങനെയാകും എന്നതാണ് ഇനി നമുക്ക് അറിയാനുള്ളത്. എന്തായാലും പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് ഏതെങ്കിലും വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ടോ എന്നത് സംബന്ധിച്ച വിശദമായ പരിശോധനകൾ നടത്തും. ആ പരിശോധനകൾക്ക് ശേഷമായിരിക്കും അതിൽ ഒരു നടപടി ഉണ്ടാകുക എന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും വിശദമായ അന്വേഷണമാണ് മ്യൂസിയം പോലീസ് ഈ കേസുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നത്. അതായത് ഡാൻ, ഇപ്പോൾ ഈ ദൃശ്യങ്ങളിൽ മണിയമ്പിള്ള രാജു പറയുന്നത്, അതായത് തൻ്റെ വാഹനത്തിലേക്ക് ഇവർ വന്ന് ഇടിച്ചതാണ് എന്ന് പറയുന്നതിൽ ഒരു പരിധിവരെ അത് അംഗീകരിക്കപ്പെടേണ്ടി വരുന്ന സാഹചര്യമുണ്ട്. സാധാരണ നമുക്കറിയാമല്ലോ, റോഡിൽ ക്രോസ് ചെയ്യുക എന്നത് എല്ലാവരും ചെയ്യുന്നതാണ്. വാഹനങ്ങൾ ഒഴിയുന്ന സമയത്ത് അങ്ങനെ കൃത്യമായി സിഗ്നലുകൾ ഇല്ലാത്ത ഭാഗത്താണ് എങ്കിൽ വാഹനങ്ങൾ ഒഴിയുന്ന ഒരു ഗ്യാപ്പ് നോക്കിയാണ് നമ്മളെല്ലാവരും വാഹനം ക്രോസ് ചെയ്യാൻ ശ്രമിക്കുന്നത്. അങ്ങനെ ക്രോസ് ചെയ്യുന്ന സമയത്താണ് ഈ ടൂ വീലർ വന്ന് ഇതിൻ്റെ മുൻഭാഗത്തേക്ക് ഇടിക്കുന്നത് എന്നതാണ് ദൃശ്യങ്ങളിൽ വ്യക്തമാകുന്നത്. ആ ടൂ വീലർ വളരെ വേഗത്തിലാണ് വരുന്നത്. മാത്രവുമല്ല, മണിയമ്പിള്ള രാജുവിൻ്റെ വാഹനം റോഡിൻ്റെ പകുതിയോളം കവർ ചെയ്തും കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണല്ലോ സാധാരണ ചെയ്യുന്നത്. അപ്പോൾ അവിടെയും നമുക്കൊരു പിഴവുണ്ട് എന്ന് തോന്നുന്നില്ല. അവിടെ ആവർത്തിച്ച് പറയേണ്ടത്, എന്തുകൊണ്ട് വാഹനം നിർത്താതെ പോയി, അതിനുശേഷം റിപ്പോർട്ട് ചെയ്യുന്നതിൽ വൈകി, പോലീസ് എന്തുകൊണ്ട് അടിയന്തരമായി 2 യുവാക്കൾ അപകടത്തിൽപ്പെട്ടതാണ്. ഈ വാഹനം ഐഡൻറ്റിഫൈ ചെയ്യാൻ വളരെ പെട്ടെന്ന് സാധിക്കും. ഇപ്പോൾ മറ്റൊരു ഓണർ ആണെങ്കിൽ അയാളുടെ വീടും സ്ഥലവും ഒക്കെ കണ്ടെത്താനുള്ള ബുദ്ധിമുട്ടുണ്ടാകും. ഇതൊരു താരം ആണ്, അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിൻ്റെ സ്വദേശം എവിടെയെന്നൊക്കെ തിരുവനന്തപുരത്തുള്ളവർക്ക് വളരെ പെട്ടെന്ന് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. അതാണല്ലോ കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്നത്. തീർച്ചയായിട്ടും. അതായത് എന്താണ് സംഭവിച്ചത് എന്ന കാര്യത്തിലൊരു വ്യക്തത കൈവരേണ്ട ഒന്നാണ്. എന്തായാലും നമുക്ക് അല്പസമയത്തിനകം ആ ദൃശ്യങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കാം. ഈ അപകടത്തിൻ്റെ ദൃശ്യങ്ങൾ അല്പസമയത്തിനകം നമുക്ക് ലഭ്യമാകും. അതായത് ഈ ഏത് തരത്തിലാണ് ഈ അപകടം ഉണ്ടായത് എന്ന് വ്യക്തമാക്കുന്ന CCTV ദൃശ്യങ്ങൾ നമുക്ക് ലഭ്യമായിരിക്കുന്നു. അത് അല്പസമയത്തിനകം നമുക്ക് കൃത്യമായി പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ കഴിയും. അതിൽ വളരെ വ്യക്തമാണ്. നിലവിൽ നമുക്ക് ദൃശ്യങ്ങൾ കാണുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ ബൈക്ക് അല്പം ഓവർ സ്പീഡിലായിരുന്നു എന്ന് തോന്നുന്നു. അങ്ങനെ ഓവർ സ്പീഡിൽ ബൈക്ക് വരുന്നു. ഈ ട്രിവാൻഡ്രം ക്ലബ്ബിൽ നിന്ന് പുറത്തേക്കിറങ്ങുന്ന മണിയൻപിള്ള രാജുവിൻ്റെ വാഹനത്തിന് നേർക്ക് വളരെ അപ്രതീക്ഷിതമായി വന്ന് ഈ വാഹനം ഇടിക്കുകയായിരുന്നു, ഈ ബൈക്ക് ഇടിക്കുകയായിരുന്നു. അങ്ങനെ അവിടെ വെച്ച് അങ്ങനെ ഒരു വാഹനം തിരിഞ്ഞു വരുമെന്ന കാര്യം ഈ യുവാക്കളും കരുതിയിട്ടുണ്ടാകില്ല. അതാണ് ഇങ്ങനെയൊരു അപകടത്തിലേക്ക് നയിച്ചത്. ആ ദൃശ്യങ്ങളിൽ അത് വളരെ വ്യക്തവുമാണ്. അദ്ദേഹം നോർമലായി എങ്ങനെയാണോ അവിടെ നിന്ന് വാഹനങ്ങൾ ഇറക്കുന്നത്, ആ രീതിയിലാണ് മണിയൻപിള്ള രാജുവിൻ്റെ വാഹനം ട്രിവാൻഡ്രം ക്ലബ്ബിൽ നിന്ന് പുറത്തേക്ക് വന്നത്. പക്ഷേ അദ്ദേഹത്തിൻ്റെ വാഹനത്തിന് നേരെ അദ്ദേഹം ആ വാഹനം ഡിം ലൈറ്റ് ഇടുന്നുണ്ട്. പക്ഷേ എതിർ ദിശയിൽ വന്ന ബൈക്ക് അമിത വേഗത്തിൽ ബ്രേക്ക് ചവിട്ടാതെ ഫ്രണ്ടിലേക്ക് എത്തുന്നു. അദ്ദേഹത്തിൻ്റെ വാഹനത്തിൻ്റെ ഒരു വശത്ത്, മുൻവശത്ത് ഒരു സൈഡിൽ വന്ന് ഇടിച്ച് തെറിച്ച് യുവാക്കൾ പുറത്തേക്ക് വീഴുന്നത് വ്യക്തമാക്കുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന ദൃശ്യങ്ങൾ. അല്പസമയത്തിനകം നമുക്ക് പ്രേക്ഷകരെ. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.